വാട്ട്സ് ഇൻ ബിരിയാണി കിറ്റ് എടുക്കടി ഓരോന്ന്. ദിസ് ഇസ് ഗീ ഗായ്സ്, ഗീ RKG ഗീ ഒന്ന്. പിന്നെ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തുടങ്ങിയ. ഓ എൻ്റെ പൊന്നെ, ബിരിയാണി മിക്സ് ആണ് ഗായ്സ്. എല്ലാ ബിരിയാണി മിക്സ് ഇതിനകത്തുണ്ട് ഗായ്സ്. സോനയാണ്, അള്ളിക്കോലത്തിലാണ് സോന. ഇത് തീർത്ത മേക്കപ്പ് കിട്ട്. ഓ എസെൻസും ഉണ്ടോ? ഓ എല്ലാം ഉണ്ടല്ലേ. ഗ്രീൻ പീസ് ഉണ്ടോ നോക്കിയിട്ട് ഇതിനകത്ത്? ഗ്രീൻ പീസ് ഉണ്ടോ ഇതിനകത്ത്? സേഫ് ആയിരിക്കണോ? അയ്യേന്നോ. ദിസ് ഇസ് ബാസ്മതി റൈസ്. കഴിഞ്ഞോ ഗൈസ്? ആദ്യം മതി. നമുക്ക് ഇതിന്റെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അരി കഴുകുക എന്നുള്ളതാണ്. സോന അരി പാത്രത്തിലേക്ക് ആക്കിയിരിക്കുന്നു. എടുത്തിട്ടോ സോന. ഇത് കുക്കർ, സോറി ഷെഫ്. എന്നാ കുക്കറിലിട്ട് കഴിക്കും. എന്തില്? ഇത് കുക്കറിട്ട് വേവിക്കണം എന്നില്ലല്ലോ. അടച്ചു വെച്ച് വേവിക്കണോ? വേണ്ടല്ലോ. ആദ്യം കഴുകി കുറച്ചു നേരം 15 മിനിറ്റ് വെക്കണം. അതിന് ശേഷം വറക്കണം. വറക്കണം. പശുനെയ്യോ? ഞാൻ എപ്പോഴേക്കും സവാള കുനുകുന ഓക്കെ. എന്നെ കൊണ്ടാക്കണം. ഞാൻ കുന അരിഞ്ഞോളാം, കുഴപ്പമില്ല. ഗ്രീൻ പീസ് എന്താ ചെയ്യണ്ടേ? വീഡിയോ ഓണാണോ? കഴുകുന്നത് മതി കുറച്ച് നേരം. സോ നമുക്ക് അരി സോക്ക് ചെയ്യാൻ നമ്മൾ 50 മിനിറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഗ്രീൻ പീസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 4-5-10 ഗ്രീൻ പീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. സോ നമ്മളിപ്പോൾ ഒനിയൻ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമുക്ക് സിനമൺ സാധനങ്ങൾ, അതായത് ഇതിൻ്റെ സ്പൈസസ് ഒന്ന് നൈസായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ അരി 15 മിനിറ്റ് സോക്ക് ചെയ്തു. അത് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാരലി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യിലിട്ട് വറക്കാൻ വേണ്ടി പോവാണ്. ആര്? വീണ്ടും സോന. അതെ. എന്നെ ഇച്ചതല്ലേ ഇവിടെ കുട്ട. അയ്യോ, അതും വീഡിയോയിൽ വരുവാണല്ലോ. ഓഫാക്കണോ? കഷ്ടപ്പെട്ട് എന്തേ പിടിക്കുന്നേ? സോ ഈ ടൈമിൽ നമുക്ക് കുക്കറൊരു അടച്ചു വെച്ചൊരു 1 വിസിലിന് വെയിറ്റ് ചെയ്യാം. സോ ലൈക്ക് നമ്മുടെ ബിരിയാണി കുക്കായി ഗായ്സ്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, കൊള്ളാം, ടേസ്റ്റുണ്ട്. യെസ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗീൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി ഒഴിക്കാനാണ് പറഞ്ഞത്. നമ്മൾ അത് കൂടെ കലക്കി വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡി ഗായ്സ്. യെസ്, ഇട്ടു. ഇളക്കാൻ നമ്മുടെ കയ്യിൽ വലിയ ഉണ്ടാവില്ലാത്തതുകൊണ്ടാണ് കേസ് ഞങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. 2 പേര് വന്നടി. ഞാൻ തിന്നു. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് 4 ദിവസത്തേക്കുള്ളതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് നാളെ കഴിക്കാൻ കുഴപ്പമില്ല. 1 കിലോ അരി 3 പേർക്ക് വേണ്ടാന്ന് തോന്നുന്നു. 3-4 നേരത്തേക്ക് കഴിക്കാം. എപ്പോഴും ചോറും സാധാ കറിയൊക്കെ അല്ലേ, ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ ഗായ്സ്? യെസ്, താങ്ക് യു ഗായ്സ്. നമ്മുടെ ബിരിയാണി റെഡിയായി, ഞങ്ങൾ കഴിക്കട്ടെ. സോ അച്ചാറുണ്ട്, സാലഡുണ്ട്. സോ താങ്ക് യു ഗായ്സ്, ലവ് യു, സാരാങ്കെ, ബൈ ബൈ, അന്യോ.